അപ്പൊ ഇന്ന് ഡേ 18 ആണ്. ആൻഡ് ആസ് യൂഷ്വൽ വാം വാട്ടറും ഗെയിം വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. നട്ട്സ് കഴിച്ചു, ഡേറ്റ്സ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും കടലയായിരുന്നു, അതിൻ്റെ മാംഗോ ജ്യൂസ് കുടിച്ചു. ആൻഡ് എന്താ പറയുക, ഈവനിങ്ങിൽ അതായത് 11 ഒക്കെ ആവൂലേ, അവിടെ നിങ്ങൾക്ക് ഒരു സ്മൂത്തി ആഡ് ചെയ്യാം. അതായത് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, അടുപ്പിച്ച് കഴിക്കാതെ ഒരു ഗ്യാപ്പ് ഇട്ട് കഴിക്കാൻ നോക്കുക. ഇതിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് 2 hours കഴിഞ്ഞൊരു സ്മൂത്തി, ആ ഇടയിലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷെ സ്റ്റുഡൻസ് ഒക്കെ ആണ്, വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ടൈം ഗ്യാപ്പ് ഇട്ട് കഴിക്കാൻ പറ്റണമെന്നില്ല. ബട്ട് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഒരു 2 hour ഗ്യാപ്പ് ഇട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഓവർ വയറ് ഫുള്ളായ പോലെ തോന്നൂല, അത് ഡൈജസ്റ്റ് ആവുകയും ചെയ്യും, അത്യാവശ്യം നല്ല ലെവലിൽ കഴിക്കാൻ പറ്റുകയും ചെയ്യും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇടയിലിടയിൽ കഴിക്കാനായിട്ട്. ഞാൻ ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ ഒറ്റയടിക്ക് ചിലപ്പോൾ അടുപ്പിച്ചിട്ടായിരുന്നു കഴിക്കണ്ടാവുക, കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ബട്ട് അങ്ങനെ ഗ്യാപ്പ് ഇട്ട് കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ ജിമ്മിൽ പോയിട്ട് ഞാൻ ചെയ്തത് 4 arms കുറച്ച് വർക്ക്ഔട്ട് ചെയ്തു, ട്രൈസെപ്പിന് കുറച്ച് വർക്ക്ഔട്ട് ചെയ്തു, പിന്നെ സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത്. ആൻഡ് ഇതാണ് ഇപ്പോൾ 18th ഡേയിൽ എൻ്റെ ഒരു ബോഡിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 21st ഡേയിൽ ഇനി ചേഞ്ച് വന്നൊരു വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് വീക്കിൽ എന്റെ വെയിറ്റ് 46.3 സംതിങ് ആ ഒരു രീതിയിലായിരുന്നു. അപ്പൊ വെയിറ്റ് കൂടിയിട്ടുണ്ടാവുന്നതാണ് എന്റെ ഒരു വിശ്വാസം, എനിക്കറിയില്ല. ബട്ട് എന്തായാലും 21st ഡേയിൽ ഞാൻ കാണിച്ചു തരാം. ബട്ട് എന്റെ ഒരു ബോഡി നോക്കുന്ന സമയത്ത് എനിക്ക് വെയിറ്റ് ഗെയിൻ ആവുന്നത് പോലെയൊക്കെ എന്റെ ഫേസിലായിക്കോട്ടെ കയ്യിലായിക്കോട്ടെ എനിക്ക് അറിയും, നമുക്ക് അറിയുമല്ലോ ചേഞ്ചസ്. നമ്മൾ പഴയതിനേക്കാളും നോക്കുന്ന സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം, നമുക്ക് എന്റെ ബോഡിയിൽ കാണും. ആൻഡ് പിന്നെന്താ, പലരും എന്നെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പേര് നന്ദന എന്നാണ്, എന്റെ പ്ലേസ് പാലക്കാടാണ്, മുണ്ടൂരാണ്. ആൻഡ് ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ് ചെയ്യുന്നത്, വേറെ വർക്കിനൊന്നും പോകുന്നില്ല. പിന്നെ ഫ്രീലാൻസിംഗ് ആയിട്ട് ചില ക്ലയൻസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഓഫ്ലൈൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോലുണ്ട്. അല്ലാതെ ഞാൻ മെയിൻ ആയിട്ട് ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വെള്ളം 3 ലിറ്റർ കുടിക്കാൻ പറ്റുന്നില്ല, അതായത് പറ്റുന്നത്ര, അതായത് 1 ലിറ്റർ 2 ലിറ്റർ മെല്ലെ കൊണ്ടുപോകുക. അല്ലാണ്ട് ഒറ്റയ്ക്ക് ചിലപ്പോൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുടിച്ച് നിറച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇടവിട്ട് കുടിക്കാൻ നിൽക്കുക. ഒറ്റടി കുടിക്കണോണ്ടായിരിക്കും ചിലപ്പോൾ 3 ലിറ്റർ പോകാൻ പറ്റാത്തുണ്ടാവുക. ഒരു 24 hours മെല്ലെ കുടിച്ചാൽ ഒരു 3 ലിറ്റർ ആക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ 1 ലിറ്റർ 2 ലിറ്റർ 3 ലിറ്റർ ആ ഒരു രീതിയിൽ പോകാൻ നോക്കുക. ഓക്കെ, പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നൊരു കാര്യം, ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഒരു ദിവസം അത്ര കഴിക്കാൻ പറ്റിയില്ല, വിചാരിച്ച ലെവലിൽ കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാരണം കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയില്ല, അവിടെ നമ്മൾ റിഗ്രറ്റ് ചെയ്ത് ഇതിനാവില്ല ഞാൻ ചെയ്തില്ല അങ്ങനെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. അത് പിറ്റേ ദിവസം കവറപ്പ് ചെയ്ത് കഴിക്കാൻ നോക്കുക. അതാ പറഞ്ഞാൽ വീക്കിലി ഇപ്പൊ 2 ദിവസം തെറ്റിപ്പോയി കഴിഞ്ഞാലും ചിലപ്പോൾ ആ ആഴ്ചയിലെ വെയിറ്റ് ചിലപ്പോൾ ഒന്ന് കമ്മിയാവുമായിരിക്കും. അതേസമയം നിങ്ങൾ ബാലൻസ് ഉള്ള വീക്സിലും ഡേയ്സിലൊക്കെ അത് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു 1 month നിങ്ങളുടെ ആ ഒരു ടാർഗറ്റഡ് വെയിറ്റ് അല്ലെങ്കിൽ അത് അതിന്റെ അടുത്തോ അല്ലെങ്കിൽ ആ ലെവലിലോ അച്ചീവ് ആവും. അതിന്റെ ഇടയിൽ നമ്മുടെ മൈൻഡിൽ അയ്യോ നടന്നില്ല എന്ന് പറയുമ്പോഴാണ് ആ നെഗറ്റീവ് നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നത്. പിന്നെ നൈറ്റ് ഞാൻ ഡ്രൈ ഫ്രൂട്ട് സ്മൂത്തി കുടിച്ചു, വർക്ക്ഔട്ട് ചെയ്ത് വന്നിട്ട്. പിന്നെ മാംഗോസ്, ഒബ്വിയസ്ലി മാംഗോ സീസൺ ആണ്. പിന്നെ നൈറ്റ് ചോറ്, കറി, മുട്ട, മീൻ വെച്ചിട്ട് ഭയങ്കര